അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരികൾ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബാക്കളെയും നിന്ദിക്കാനും തരം താഴ്ത്താനും വരെ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ അവർ ചെയ്തിരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും ചീത്ത പറയലായിരുന്നു, തരം താഴ്ത്തലായിരുന്നു. അതിനപ്പുറത്തേക്ക് അതിന് കടന്നിരിക്കുന്നു. അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹാബിയായിരുന്നു, വഹാബി പ്രബോധകനായിരുന്നു എന്നാണ് സാക്ഷാൽ കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത്. മുരീദായ നൗഷാദ് പറയുന്നത് പണ്ഡിതന്മാരെ ചീത്ത പറയാൻ, പണ്ഡിതന്മാരെ മോശക്കാരാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തരം താഴ്ത്തിയ, നിസാരപ്പെടുത്തിയ കോമാട്ടുചാലിൽ മൂത്രച്ചേക്ക് അബ്ദുള്ള ഞങ്ങളുടെ നബിയാണെന്നാണ്. നൗഷാദ് അത് വെറുതെ പറഞ്ഞു വെച്ചതല്ല. മുമ്പ് നൗഷാദ് ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന മൂത്രച്ചേക്കിന് നൗഷാദിന്റെ ഭാര്യയും സമദിന്റെ ഭാര്യയും തെറിയൂരി കുഞ്ഞാമദിന്റെ ഭാര്യയും ഒക്കെ സമമാണ്. അല്ലാത്തവരുടെ ഭാര്യമാരും പങ്ങന്മാരും ഉമ്മമാരും ഒക്കെ സമമാണെന്ന് പറഞ്ഞിരുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ നിന്ദിച്ചത്. ആദ്യം നമുക്കതൊന്ന് കേട്ടു നോക്കാം. പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റില്ല. നമ്മൾ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആള് വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോവും. എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സാധ്യതയുമില്ല ചങ്ങാതി. ഞങ്ങളുടെ പ്രവാചകൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട പെണ്ണുങ്ങളെ മുഖത്ത് നോക്കുന്നവരല്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോഴേക്ക് ആർത്തിയോടുകൂടി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാചകനല്ല. അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്ന പ്രവാചകനല്ല. അതുകൊണ്ട് തന്നെ അങ്ങനൊരു സാധ്യത പോലുമില്ല. കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ തോന്നിവാസം പറഞ്ഞാൽ ഡെൻമാർക്കിലെ ഒരു പത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പറഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചപ്പോൾ മുസ്ലിമീങ്ങളുടെ പ്രതികരണം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കുന്നത് നൗഷാദിന് നല്ലതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടൽ പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ എന്ന്. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. ത്വലാഖ് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നാവലാ ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയം എടുത്താൽ തന്നെ എത്ര. ഇവനും ഇവന്റെ മൂത്രച്ചേക്കായ കോമാട്ടുചാലിൽ അബ്ദുള്ളക്കും അവരുടെ സുഖങ്ങൾക്കും സൗകര്യത്തിനും വേണ്ടി കാണുന്ന പെണ്ണിനോടൊക്കെ നിൽക്കവിടെ എന്ന് പറയേണ്ടതിന് വേണ്ടിയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ വിധത്തിൽ അപമാനിച്ചത് എന്ന് സംശയിച്ചു പോവുകയാണ്. അതിന് പഴി കേൾക്കേണ്ടി വരുന്നത് ഈ കള്ളന്മാരായ തലേക്കെട്ടുകാർ മാത്രമല്ല, സാത്വികരായ മറ്റു പണ്ഡിതന്മാര് കൂടിയാണ്. ഒരു സാധാരണക്കാരൻ പറയുന്നത് കൂടി കേട്ടുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇത്രയ്ക്കും വൃത്തികെട്ട ജന്മങ്ങളെ ഈ ലോകത്ത് കണ്ടിട്ടില്ല. ആ മാതിരിയാണ് ഇവന്മാർക്ക് പൈസയും കൊടുത്ത് ഫുഡും കൊടുത്തിട്ടാണ് ഇവന്മാരെ ഓരോ പരിപാടികൾക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേജിൽ കയറിയിട്ട് ഈ സൈസ് തോന്നിവാസതരം വിളിച്ചു പറഞ്ഞിട്ട് ആളുകൾ മിണ്ടാതിരിക്കണമെന്ന് പറയുമ്പോൾ വല്ലാത്ത സങ്കടം. എന്നാലും ആ മാതിരി തോന്നിവാസാണ് ഇവൻ വിളിച്ചു പറയുന്നത്. എന്നാ മാതിരി നുണയാണ് ഇവൻ ഈ സ്റ്റേജ് കെട്ടിയിട്ട് ആ സ്റ്റേജിൽ കയറിയിട്ട് വിളിച്ചു പറയുന്നത് തോന്നിവാസിയൊക്കെ. എന്നിട്ട് ഇവനക്ക് പൈസയും കൊടുത്തിട്ട് ഇവനെ വിടുവാണ്. വല്ലാത്ത ജാതി ടീമുകൾ തന്നെയാണ് ഇവനെയൊക്കെ ക്ഷണിച്ച് ഈ മാതിരി വർത്തമാനം പറഞ്ഞ് അത് കേട്ടോണ്ടിരിക്കുന്ന കുറെ ടീമുകളുണ്ടല്ലോ. നാണവും കേട്ടല്ലോ സഹോദരങ്ങളെ. ഒരു നൗഷാദിന്റെ പേര് മാത്രമല്ല പറഞ്ഞത്, ഈ വർഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാട്ടുകള്ളന്റെ ന്യായിയായ നൗഷാദിനെ കൊണ്ട് ഏതൊക്കെ പണ്ഡിതന്മാരാണ് പഴി കേൾക്കേണ്ടി വരുന്നത്. ചേക്ക് തന്നെ കള്ളനായാൽ മുരീദായ ഇവന് കളവ് പറയാനുണ്ടോ മടി? ചേക്ക് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹാബിയാണത്രേ.
വഹാബിസമാണത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രചരിപ്പിച്ചത്. അത് കേൾക്കുന്നതിന് മുമ്പ് കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന മൂത്രച്ചേക്ക് പണ്ഡിതന്മാരുടെ പേരിൽ ഒരു കളവ് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്ന, തരം താഴ്ത്തുന്ന ഇവർക്ക് പണ്ഡിതന്മാരെ തരം താഴ്ത്തുന്നതിനോ അവരുടെ പേരിൽ കളവ് പറയുന്നതിനോ യാതൊരു മടിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഞാനത് കാര്യാക്കുന്നുമില്ല. എങ്കിലും ഒന്ന് കേൾപ്പിക്കാനുണ്ട്, ചിലത് പറയാൻ. അതുകൊണ്ട് മാത്രം ഇപ്പൊ ഒരുത്തൻ തലക്കെട്ടും കെട്ടി വയത് പറയാ അള്ളാന്റെ റസൂലിന്റെ കോലത്തിലും ഇവനെ കാട്ടുകള്ളൻ എന്ന് മാത്രം വിളിച്ചാൽ മതിയോ? വെറുതെയല്ല ഈ മൂത്രച്ചേക്കായ കോമാട്ടുചാലിൽ അബ്ദുള്ളയെ വൈലത്തൂർ തങ്ങളുപ്പാപ്പ കാട്ടുകള്ളൻ എന്ന് വിളിച്ചത്. കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന കാട്ടുകള്ളനായ മൂത്രച്ചേക്കായ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോലത്തിൽ ശൈത്താൻ വരുമെന്ന് ഏത് പണ്ഡിതനാണ് പറഞ്ഞിരിക്കുന്നത്? നീ തെളിയിച്ചു തന്നാൽ 1 കോടി രൂപ ഇനാം നിനക്ക് ഞാൻ തരും. നീയാണോ ഷെയ്ഖ്? കളവ് പറയലാണോ ഷെയ്ഖിന്റെ ക്വാളിഫിക്കേഷൻ? തീർന്നില്ല. ഇവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഹാബിയാക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. തലക്കെട്ടുണ്ട്. അയാള് വേറൊരുപാട് നല്ല കാര്യം പറയുന്നുണ്ട്, ഒരുപാട് നല്ല വയത് അയാള് പറയുന്നുണ്ട്. പണ്ടൊരുപാട് സുന്നത്തെ ജമാഅത്ത് പറഞ്ഞ മൊയ്ലിയാരാണ് എന്ന് കരുതിയിട്ട് നീ ഇപ്പോഴും നല്ല വാദം പറയുന്നുണ്ട്, നല്ല രീതിയിൽ പാട്ട് പാടുന്നുണ്ട്, നീ തലയിൽ കെട്ടിയിട്ടുണ്ട്, മുമ്പ് സുന്നത്തെ ജമാഅത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി നീ ഒരു കാട്ടുകള്ളനായാൽ നിന്റെ മൂത്രത്തിന് പുണ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ മാത്രം നിന്റെ അനുയായികളെ പോലെ കവിതകളാകാൻ പ്രാർത്ഥിക്കുന്നവരല്ല ഞങ്ങൾ. വഹാബിയത്തും നജ്ദിയത്തും പറയുന്ന റസൂലുള്ളാഹിനെ നിന്ദിച്ചുകൊണ്ടുള്ള ഒരു വാദം അവൻ പറഞ്ഞാൽ അയാള് പറഞ്ഞതെല്ലാം കേട്ടില്ലേ സഹോദരങ്ങളെ? എന്താണ് ഇവൻ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഹാബിസവും നജ്ദിസവുമാണ്. ബാക്കി കൂടി പറ. ഇതാ ദീനിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നജ്ദിയത്തും വഹാബിയത്തും പ്രചരിപ്പിച്ച എന്ന് പറയുന്നത് ദീനിന്റെ നടപടിയല്ല, ശൈത്താനായ നിന്റെ നടപടിയാണ്. ഇതാണ് ശൈഖുന മടവൂര് കാണിച്ചെന്ന വഴി. ഇതാണ് വടകര മുഹമ്മദ് ആജിത്തങ്ങൾ കാണിച്ചെന്ന വഴി. മടവൂർ ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നിട്ടില്ല. ഇല്ല, വടകര മുഹമ്മദ് ആജിത്തങ്ങളും ഇങ്ങനൊരു വഴി കാണിച്ചു തന്നിട്ടില്ല. ഇത് നിനക്ക് കാട്ടിൽ നിന്ന് കിട്ടിയ ശൈത്താനിന്റെ വഴിയാണ്. ഇനി ഈ കാട്ടുകള്ളനെ പ്രവാചകനായി അവതരിപ്പിക്കുന്ന കാട്ടുവളപ്പിൽ നൗഷാദിനെ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഓർക്കുന്നു, ഇന്നലെ പരപ്പനങ്ങാടിയിലായിരുന്നു മജ്ലിസുൽ മൗലിദ്. ആ ശൈഖുനയുടെ നേതൃത്വത്തിലുള്ള മജ്ലിസ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോ മദീനയിൽ അവിടുത്തെ ഹദറത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വഹാബികൾ അവര് ആ ഒരു മഹബ്ബത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെയുള്ള അനുഭവം ഞങ്ങൾ. ഏതാണ് നൗഷാദി പറഞ്ഞ ചൈക്കുന? ചൈക്കുന നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ ചൈക്കുന കോമാട്ടുചാലിൽ അബ്ദുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും പണ്ഡിതന്മാരുടെ പേരിലൊക്കെ കളവ് പറഞ്ഞ് അവരെയൊക്കെ നിന്ദിച്ച, നിസാരപ്പെടുത്തിയ, അവന്റെ മൂത്രത്തിന് കസ്തൂരിയുടെ വാസനയുണ്ടെന്ന് പറഞ്ഞ മൂത്രച്ചേക്കായ കോമാട്ടുചാലിൽ പരപ്പനങ്ങാടിയിൽ എത്തുമ്പോഴേക്ക് പ്രവാചകനായി പോലും ഓന്റെ സദസ്സിലിരുന്നപ്പോ കുരുവട്ടൂരികൾ എല്ലാവരും സ്വഹാബാക്കളായി തീർന്നു. കോമാട്ടുചാലിൽ അബ്ദുള്ളയെ പുതിയ നബിയായി പരപ്പനങ്ങാടിയിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് ഞങ്ങൾ മാത്രമല്ല പരപ്പനങ്ങാടിയിലുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട് പോലോ, റസൂലുള്ളാഹിന്റെ സദസ്സിലിരുന്ന പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു, ഞങ്ങൾ സ്വഹാബാക്കളാണെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്ന് പരപ്പനങ്ങാടിയിലുള്ളവരും പറഞ്ഞുവല്ലോ. പരപ്പനങ്ങാടിയിലേക്ക് ഇനി സ്വഹാബാക്കളാണ്, റസൂലാണെന്നും പറഞ്ഞ് പോകാൻ കഴിയില്ല. അവരുടെ പേരിൽ ആ പച്ചക്കളവ് പറഞ്ഞത് മത്സ്യത്തൊഴിലാളികളാണെന്ന് കരുതി എന്തും അവരുടെ പേരിൽ കെട്ടിവെക്കാമെന്ന് കരുതണ്ട. അത് നല്ല സുഖമുള്ള പറച്ചിലാവൂല. ഇതെന്താ സംഭവം എന്നറിയോ? പരപ്പനങ്ങാടിക്കാരെന്നും പറഞ്ഞല്ല, ഇവന്റെ നിർദ്ദേശമോ അല്ലെ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ നിർദ്ദേശത്തോടു കൂടിയോ ഇവരുടെ ഗ്രൂപ്പിൽ ഒരുത്തൻ എഴുതി വിട്ടു. അതപ്പടി തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി നൗഷാദ് കീശേരിയിൽ വെച്ച് ഛർദിക്കുകയും ചെയ്തു. എന്നാൽ എഴുതിവിട്ട ആളോട് പറയണ്ടേ, മോനെ അങ്ങനെ പറയാൻ പാടില്ല, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ നബിയാണ്, ഇനി ഒരു പ്രവാചകൻ വരാൻ പാടില്ല.
അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകളും നമ്മളിൽ നിന്ന് വരാൻ പാടില്ല എന്നല്ല പറഞ്ഞു കൊടുത്തത്. അവൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാനും അംഗീകരിക്കുന്നു, തെറിയൂരും അംഗീകരിക്കുന്നു, സമതും അംഗീകരിക്കുന്നു. കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന കാട്ടുകള്ളൻ പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് സ്വഹാബാക്കളാണ് എന്നും അംഗീകരിക്കുന്നു എന്ന പേച്ചവാദത്തിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ ശൈത്താൻ പ്രത്യക്ഷപ്പെടുമെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതായി തെളിയിച്ചു തന്നാൽ 1 കോടി രൂപ ഞാൻ തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹാബിസമാണ്, നജിദ്സമാണ് പ്രചരിപ്പിച്ചതെന്ന് കോമാട്ടുചാലിൽ അബ്ദുള്ള തെളിയിച്ചു തന്നാൽ 1 കോടി ഇനാമ് ഞാൻ തരും. അല്ലെങ്കിൽ ഈ 2 കളവും പിൻവലിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തോട് കോമാട്ടുചാലിൽ അബ്ദുള്ള മാപ്പ് പറയുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.